ഹലോ പ്രിയ സുഹൃത്തുക്കളെ, ബാങ്കിങ് ടെക്സ്പോർട്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൊരു റിക്വസ്റ്റാണ്, അല്ലെങ്കിൽ ഒരു അഡീഷണൽ ഇൻഫർമേഷൻ എന്ന് കരുതിക്കോളൂ. ഈ ഒരു വീഡിയോ കേൾക്കുന്ന ആൾക്കാർ ദയവായി ഈ ഒരു റിക്വസ്റ്റ് കാണണം, അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങളത് ദയവായി ഒന്ന് അക്സെപ്റ്റ് ചെയ്യണം. വേറെ ഒന്നുമില്ല, നമുക്കറിയാം കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ നമ്മുടെ അല്ലെങ്കിൽ ഈ ഒരു ചാനലിൽ നിന്നും ഏറ്റവും കൂടുതൽ പേഴ്സണൽ ലോൺ സാലറി ഇല്ലാത്തവർക്കും ഉള്ളവർക്കും ഏറ്റവും കൂടുതൽ പേഴ്സണൽ ലോൺ കൊടുത്തിരിക്കുന്നത് ട്രൂ ബാലൻസ് എന്ന ആപ്ലിക്കേഷനാണ്. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞത് സാലറി ഇല്ലാത്തവർക്ക് 5000 മുതൽ സ്റ്റാർട്ടിംഗ് എന്നും സാലറി ഉള്ളവർക്ക് സാലറി ഡിപ്പെൻഡ് 50,000, 1,00,000 അങ്ങനെ 5,00,000 രൂപ വരെ പോകുമെന്നാണ്. എന്നാൽ അതിന് വിപരീതമായി നമ്മുടെ ചാനലിൽ നിന്ന് സാലറി ഇല്ലാത്തവർക്കും 2,00,000 രൂപ വരെ ലോൺ ലഭിച്ചിരിക്കുന്നു. ഓക്കെ, അത് തീർച്ചയായിട്ടും ഒരു സന്തോഷകരമായ വാർത്തയാണ്. അതായത് ഏറ്റവും കുറഞ്ഞ സിബിലിൽ 650 സിബിലിൽ വളരെ നല്ല രീതിയിൽ പേഴ്സണൽ ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്, ഒരു NBFC ആണ് നമ്മുടെ ട്രൂ ബാലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ചില ആൾക്കാർക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് 5,000 കിട്ടുന്നുണ്ട്, 10,000 കിട്ടുന്നുണ്ട്, 50,000 കിട്ടുന്നുണ്ട്, 1,00,000 കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ അപ്ലൈ ചെയ്യുന്ന ആൾക്കാരെല്ലാം സാലറി ഇല്ലാത്തവരാണ്. ഞാനിങ്ങനെ ഒരു സർവേ പോലെ നോക്കുന്ന സമയത്ത് ഇതിൽ ഭൂരിഭാഗം ആൾക്കാരും സാലറി ഇല്ലാത്തവരാണ്. അപ്പോൾ ഇവർക്ക് ഈ ഒരു ക്യാഷ് എങ്ങനെ ട്രൂ ബാലൻസ് കൊടുത്തു? ബാങ്കിങ് ബേസ്ഡിലാണോ, അതായത് ട്രാൻസാക്ഷൻ കൂടുതലുള്ളത് കൊണ്ടാണോ, സിബിൽ കൂടുതലുള്ളത് കൊണ്ടാണോ, അല്ലെങ്കിൽ ഇന്ന പ്ലേസിൽ അവർ ഇത്ര കൂടുതൽ കൊടുക്കുന്നുണ്ടോ, അങ്ങനെ ഒരുപാട് ഡൗട്ട്സുകളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയുള്ള വീഡിയോയാണ്. ഈ ഒരു ചാനലിൽ നിന്നും ഏകദേശം 50,000 രൂപയ്ക്ക് മുകളിൽ ലോൺ കിട്ടിയവർ ദയവായി നിങ്ങളുടെ ആ ഒരു സ്റ്റാറ്റസ് ഈ ഒരു കമൻറ്റ് സെക്ഷനിൽ, അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അപ്ഡേറ്റ് ചെയ്യുക. നിങ്ങൾക്കിപ്പോൾ 1,00,000 കിട്ടിയവർ കാണും, 50,000 കിട്ടിയവർ കാണും. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങൾക്ക് എന്താണ് കൂടുതലെന്നുള്ളത്. സിബിലാണോ, ബാങ്കിങ് ആണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഏരിയ ഏതാണ്, അതൊന്ന് ദയവായി ഒന്ന് കമൻറ്റ് ചെയ്യുക. അത് തീർച്ചയായിട്ടും മറ്റുള്ളവർക്കും ഒരു ഇൻസ്പിറേഷൻ ആകും. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നുണ്ട്, എനിക്ക് സാലറി ഇല്ല, ക്യാഷ് ആയിട്ടാണ് സാലറി തരുന്നത്, അല്ലെങ്കിൽ ചെക്കായിട്ടാണ് മേടിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ സെൽഫ് എംപ്ലോയി ആണ്, എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ആപ്പ് ലോൺ ആപ്പ് ഏതാണ് RBI അപ്രൂവ്ഡിലെ. അപ്പോൾ എനിക്ക് ട്രൂ ബാലൻസ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ ചോദിച്ച് വരുന്നവരെല്ലാം 25,000, 50,000 ചോദിച്ച് വരുന്നവരാണ്. അപ്പോൾ നിങ്ങൾ ട്രൂ ബാലൻസിൽ പോകും, ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ചിലപ്പോൾ 2,000 കിട്ടും, 5,000 കിട്ടും, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. എനിക്ക് നല്ല സിബിലുള്ള ആളാണ്, എനിക്ക് ഒരുവിധം സിബിൽ എനിക്ക് ക്ലിയർ ആയിട്ടുണ്ട്. പക്ഷേ എനിക്ക് തന്നെ ഫസ്റ്റിലേക്ക് കിട്ടിയത് ഏകദേശം 4,000, 5,000 രൂപയ്ക്ക് അകത്താണ്. പക്ഷേ സിബിലില്ലാത്ത ആൾക്ക് ഏകദേശം 50,000, 60,000 രൂപ വരെ ലോൺ കിട്ടിയത് നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ അകത്ത് തന്നെയുണ്ട്. ഒരുപാട് പേര് എനിക്കത് സ്ക്രീൻഷോട്ട് ഇട്ട് തന്നിട്ടുണ്ട്, എനിക്ക് എത്ര രൂപയാണ് ലോൺ കിട്ടിയെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കൊടുത്തു. ഇപ്പോൾ ഈ നമ്മൾ പ്രൊപ്പറേറ്റർഷിപ്പ്, പാർട്ണർഷിപ്പ്, അല്ലെങ്കിൽ വൈഫ്, അല്ലെങ്കിൽ ഹസ്ബൻഡ് ഓഫ് എന്നൊക്കെ പറഞ്ഞ് കുറേ മൾട്ടിപ്പിൾ ഓപ്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ ഈ ഓപ്ഷനിൽ നിങ്ങൾ എന്തെങ്കിലും പ്രത്യേകിച്ച് കൊടുത്തു, അതൊന്ന് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കുക. അത് മറ്റുള്ളവർക്ക് തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻസ്പിറേഷൻ ആകും. ട്രൂ ബാലൻസിൽ നിന്ന് എനിക്ക് ഏകദേശം കിട്ടിയ ലോണെന്ന് വെച്ചാൽ ഏകദേശം 4,500, 5,000 അടുത്താണ് EMI ലോൺ കിട്ടിയത്. അത് ഫസ്റ്റ് EMI ഞാൻ അടച്ചു. ഇനി മാർച്ച് 31 എനിക്ക് അടുത്ത EMI അടയ്ക്കാനുള്ളത്. അത് നമുക്ക് റീപേ ഫ്ലെക്സി ആയിട്ടും അടയ്ക്കാം. ഇപ്പോൾ നമ്മുടെ കയ്യിലില്ലെങ്കിൽ 300, 1000, 1,500 വെച്ചൊക്കെ അടയ്ക്കാം. അപ്പോൾ ഇത് മാക്സിമം ചെയ്യുക, കാരണം നിങ്ങൾ അടയ്ക്കാതിരിക്കരുത്. എപ്പോഴെങ്കിലും നമ്മുടെ ഭാവിയിൽ ലോണിന് ആവശ്യം വന്നാൽ നമുക്ക് ആശ്രയിക്കാൻ, ഡിപ്പെൻഡ് ചെയ്യാൻ 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ് ട്രൂ ബാലൻസ്. അതുകൊണ്ട് ഞാൻ ഈ ലോൺ ഏത് ആപ്പിൽ നിന്നോ ഏത് ബാങ്കിൽ നിന്നോ എടുക്കുന്നവരാകട്ടെ, RBI അപ്രൂവ്ഡ് ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് അടച്ചിരിക്കണം. അത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായില്ല. അപ്പോൾ പല ആൾക്കാരും പറയുന്നത് എനിക്കിനി ഫ്യൂച്ചറിൽ ലോൺ വേണ്ട, ആവശ്യമില്ല. ഈ പറയുന്നവരെല്ലാവരും ഒരു 40, 35 വയസ്സ് കഴിയുമ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ മുമ്പിൽ കടം മേടിച്ച്, കടം ചോദിച്ച് നന്നായിട്ട് കാണാം. അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നിങ്ങളുടെ സിബിൽ എന്ന് പറഞ്ഞാൽ ബാങ്കിങ്ങിൽ ഏറ്റവും മാൻഡറ്ററി സിബിൽ സ്കോർ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് ലോൺ എടുക്കുകയാണെങ്കിൽ ദയവ് ചെയ്ത് അത് അടയ്ക്കുക. പിന്നെ ചെറിയ ചെറിയ മിസ്റ്റേക്സുകളുണ്ടെങ്കിൽ ലോൺ ഫില്ല് ചെയ്യുന്ന സമയത്ത് അത് ക്ലിയർ ചെയ്ത് നിങ്ങൾ പോകുക. അപ്പോൾ ഞാനത് ഫില്ല് ചെയ്യുന്ന എനിക്ക് കാണിക്കാൻ പറ്റില്ല, കാരണം ഓൾറെഡി എക്സിസ്റ്റിംഗ് ലോൺ പോകുന്നതാണ്. ആസ് പെർ അവർ റെക്കോർഡ്സ് യു സ്റ്റിൽ ഹാവ് ആൻ ഔട്ട്സ്റ്റാൻഡിംഗ് ലോൺ വിത്ത് ട്രൂ ക്രെഡിറ്റ്സ്. Hence your application is rejected. Please repay now to apply for a new loan. Thank you for choosing True Credits. അതായത് എനിക്ക് ഇപ്പോൾ ഒരു എക്സിസ്റ്റിംഗ് ലോൺ ഉള്ളതുകൊണ്ട് എനിക്കിപ്പോൾ ലോൺ അപ്ലൈ ചെയ്താലും റിജക്റ്റ് ആകും, അല്ലെങ്കിൽ റിജക്റ്റ് ആയി എന്നാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്കത് കാണിച്ചു തരാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളിത് ഫില്ല് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഇഷ്യൂസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കുക. അത് ഞാൻ വാട്സപ്പിൽ വാട്സപ്പിൽ നിങ്ങൾ സെൻഡ് ചെയ്യുക. ഞാൻ വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിരിക്കാം.
പിന്നെ ഒരു കാര്യം, ട്രൂ ബാലൻസിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ലെവലപ്പ് ലോണും ക്യാഷ് ലോണും ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ജോലി മീൻസ് സാലറിയിലൊന്ന് കൊടുക്കുക, അത് സ്പെഷ്യൽ പ്രൂഫൊന്നും ചോദിക്കില്ല. പിന്നെ നമ്മുടെ ഡെസിഗ്നേഷൻ മാനേജറെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നല്ലൊരു ഡെസിഗ്നേഷൻ കൊടുക്കുക. സാലറി നിങ്ങളിപ്പോൾ 20,000 50,000 30,000 എങ്ങനെ വേണം നിങ്ങൾ കൊടുക്കുക, നിങ്ങളൊരു 30,000 എബോവ് കൊടുക്കുക. എനിക്ക് തോന്നുന്നു അങ്ങനെയായിരിക്കും കുറച്ച് പേർക്ക് ലോൺ കിട്ടുന്നത്. ഇപ്പോൾ സാലറി ഇല്ലാത്ത ആൾക്കാരും 30,000 രൂപയെന്ന് കൊടുത്താൽ തീർച്ചയായിട്ടും അവർക്ക് ലോൺ ട്രൂ ബാലൻസ് കൊടുക്കും. മറ്റുള്ള ആപ്പിനെ കുറിച്ച് നമുക്കത് പിന്നീട് പറയാം, അല്ലെങ്കിൽ പഠിച്ച് ഞാനത് ഇൻഫോം ചെയ്യാം. പക്ഷേ ട്രൂ ബാലൻസ് ജസ്റ്റ് ആ ഒരു ബേസിക് വെരിഫിക്കേഷൻ നോക്കി സിബിൽ ഒരു 650 ഉണ്ടെങ്കിൽ അവർ ലോൺ കൊടുക്കും. നിങ്ങൾക്ക് ലക്കാണെങ്കിൽ, എനിക്കിപ്പോൾ അങ്ങനെ പറയാൻ കഴിയുള്ളൂ, കാരണം നിങ്ങൾക്ക് ലക്കാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും 50,000 1,00,000 രൂപയുടെ എമൗണ്ട് മീൻസ് കൂടുതലായിട്ട് നിങ്ങൾക്ക് ലോൺ കിട്ടും. ഇപ്പോൾ ലോൺ ഇപ്പോൾ ആവശ്യമുള്ളവർ ഇപ്പോൾ 5,000 രൂപ കിട്ടുന്ന 5,000 രൂപ എടുക്കുകയാണെങ്കിൽ ഒരു ഏകദേശം ഒരു 5-6 മാസം കഴിയുന്ന സമയത്ത് നിങ്ങൾക്കൊരു 50,000 രൂപയിൽ എത്തും. കാരണം സാലറി ഇല്ലാതെ 50,000 രൂപ കൊടുക്കുന്ന 25,000 രൂപ ലോൺ വേണം. അപ്പോൾ അത് പോട്ടെ, ഒരു 5,000 രൂപ ലോൺ വേണമെങ്കിൽ തന്നെ നമുക്കറിയാം സാലറി സ്ലിപ്പ്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, ആധാർ കാർഡ്, പാൻ കാർഡ്, മീൻസ് എന്താ പറയുക, ഇത് കരമടച്ച രസീത്, അങ്ങനെ ഒരുപാട് പ്രൂഫ് വേണം. നമ്മൾ ബാങ്കിൽ ഇറങ്ങിക്കയറി നടക്കണം. അപ്പോൾ ഇതങ്ങനെയല്ല, നമ്മൾ ജസ്റ്റ് ഒരു നമ്മുടെ വിരൽത്തുമ്പിൽ തന്നെ നമുക്കത് അപ്ലൈ ചെയ്യാം. അപ്പോൾ താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തതിൻ്റെ മെയിൻ മോട്ടീവ് തന്നെ ഞാൻ ആദ്യം പറഞ്ഞതാണ്, ദയവ് ചെയ്ത് സാലറി ഇല്ലാതെ 50,000 1,00,000 രൂപയൊക്കെ ലോൺ കിട്ടിയവർ നിങ്ങളുടെ ആ ഒരു സ്റ്റാറ്റസ് മെസ്സേജ് സെക്ഷനിൽ അപ്ഡേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് സാലറി ആണോ മീൻസ് നിങ്ങൾ സാലറിയിലാണോ, അല്ലെങ്കിൽ സിബിൽ കൂടുതലാണോ, ബാങ്കിങ് കൂടുതലാണോ, ട്രാൻസാക്ഷൻ ബേസ് ഉണ്ടല്ലോ അത് കൂടുതലാണോ, നിങ്ങളുടെ ഏരിയ ഏതാണ്, അത് മറ്റുള്ളവർക്ക് തീർച്ചയായിട്ടും അത് ഞാൻ പറഞ്ഞ പോലെ ഒരു പ്രചോദനമാകും. എല്ലാവരും ദയവ് ചെയ്ത് സഹകരിക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.